അങ്ങനെ അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. അടുത്ത ദിവസം നമ്മളെ റോബോട്ട് കാറും മാസ്റ്റർ കാറും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഇതിൽ വന്നിട്ട് മാസ്റ്റർ കാറും നിയോൺ കാറും ഒക്കെ പുറത്തു പോകാനല്ലോ വന്നത്. അപ്പം ഓരൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അന്നേരം റോബോട്ട് കാർ പറയാണ്, മാസ്റ്റർ കാർ ഇന്നലെ ഒരു ഒടുക്കത്തെ മിഷൻ ഉണ്ടായിട്ടുണ്ട്, വിങ്ങൊക്കെ ചെറുതായിട്ട് മുറിഞ്ഞ്, മെക്കാനിക്കാവിനോട് പറഞ്ഞ് നന്നാക്കണം. പിന്നെ ഇന്നലെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് ഷൂട്ടിംഗ് കാറിന്റെ അടുത്ത് പോയിട്ട് അയാളെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സയന്റിസ്റ്റ് നമ്മളെ സാൻഡ്ലാൻഡ് 8 അങ്ങനെ തോന്നുന്നു, 8 തോന്നുന്നു, ആ ഏരിയയിലില്ലേ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ടോ വൈറസിനെ പോലത്തെ ഇത്. അത് പിന്നെ ഇവന്റെ ഒരു അസിസ്റ്റന്റ് ആയ സാൻഡ് റിലേറ്റഡ് കാറിലേക്ക് മിക്സ് ആയിട്ട് ഒരു ഇടനായി. അതാ സംഭവിച്ചതെന്ന് പറയാ. അങ്ങനത്തെ അസിസ്റ്റന്റ് ടീമിനെ വിളിച്ചിക്കെന്നാ പറഞ്ഞത്. എന്നെ വിളിച്ചിക്കോ ഒന്ന് മാസ്റ്റർക്കാർ ആലോചിക്കുന്നുണ്ട്, പക്ഷെ അപ്പം തന്നെ പറയുന്നുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം മാസ്റ്റർക്കാർ പറയാണ്, റോബോട്ട് കാർ നീയില്ല മറ്റേ ആ മുറിവ് ഇഞ്ചറി ഒന്ന് മാറ്റണമെന്ന് പെട്ടെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഡേഞ്ചറസ് ആയേക്കാമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ മാസ്റ്റർക്കാർ ഒരു ബ്ലാക്ക് ഇതിലിരുന്ന സംസാരിക്കുന്നത്. മാസ്റ്റർക്കാറിന്റെ മുഖം അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്, മാസ്റ്റർക്കാറിന്റെ മുഖം കാണിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് സയന്റിസ്റ്റ് ചോദിക്കുന്നുണ്ട്. മാസ്റ്റർക്കാർ കുറച്ച് ദിവസം പുറത്തല്ലേനോ, ഇത്ര പെട്ടെന്ന് തന്നെ ഈ ഒരു സൺലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാറിന്റെ ലൈറ്റ് ഭാഗത്തേക്ക് ഇറങ്ങണ്ടായി അടിച്ചു. അപ്പം ക്ലൈമറ്റ് പറഞ്ഞതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും എന്ന് ഷൂട്ടിംഗ് കാർ ഇതൊന്ന് പറയാണ്. പിന്നെ നിയോൺ കാവിനെ കാണിക്കുന്നത്. അപ്പൊ നിയോൺ കാവ് റോബോട്ട് കാവിനെ ഓടിക്കുക. എന്താ ചെയ്യാ, ഞാൻ പോയപ്പം തന്നെ ടൗണിൽ പ്രശ്നം വന്ന്, എന്നൊക്കെ പേടിയാണ് അമ്മമാർക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും വരാത്തത്. ഓ ശരി ശരി ബോസേ. എന്നിട്ട് റോബോട്ട് കാവ് വേറൊരു ഇതിന് പോവാണ്, വേറൊരു സ്ഥലത്തേക്ക്. അപ്പൊ നിയോൺ കാവ് കഴിക്കുക, ചെക്കന് കുറച്ച് ബഹുമാനം കൂടിയിരിക്കുക എന്നോട് നേരത്തെ പറയുന്നുണ്ട് ഒരു തമാശ രൂപത്തിൽ. പിന്നെ റോബോട്ട് കാർ കിടന്നുറങ്ങാൻ പോകുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഒരു വൈറ്റ് സ്ഥലത്തെത്തുന്ന റെഡ് വെയിൻ കാണുന്നു. ആ വൈറ്റ് കാണാൻ ഫുൾ ബ്ലാങ്ക് ആണ്, ഒരു വോയിഡ് പോലെ. ആ വൈറ്റ് സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാറിനെ കാണുന്നു. ആ കാർ കുറച്ച് ഡാർക്ക് കാറാണ്. ആ കാറിനെ കണ്ടാൽ അങ്ങനെ മനസ്സിലാവുന്നില്ല. അപ്പൊ ആ കാർ ചോദിക്കുക, വിച്ച് ഓഫ് ദം ആർ യുവർ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അവൻ്റെ പണ്ടത്തെ കുറെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ കാണിക്കുന്നത്. ഐ ഡോണ്ട് ഹാസ് വിച്ച് കാർസ് ഹാസ് ഫ്രണ്ട്സ് എന്ന് അവനും പറയുന്നത്. ഈ റോബോട്ട് കാർ ഉദ്ദേശിച്ച മറ്റേ വിച്ചാണ്. അപ്പോ ഇവൻ ചോദിക്കുന്നു, യു ആർ സോ ഫണ്ണി റോബോട്ട് കാർ എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് തട്ടിയിടുക. അപ്പോൾ പെട്ടെന്ന് വിളിച്ചേരി അവനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ പക്ഷെ അവൻ്റെ പവേഴ്സ് വർക്കാവുന്നില്ല. അതുകൊണ്ട് റോബോട്ട് കാറിന് മനസ്സിലായി ഇവന് എന്നെ നൈറ്റ് മെയർ അല്ല, എന്നെ നൈറ്റ് മെയർക്ക് ഇടുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ എൻ്റെ നൈറ്റ് മെയർ അല്ലത്, എന്നുവെച്ചാൽ ഓൻ കാണുന്ന നൈറ്റ് മെയർ അല്ലത്. അത് ഓനെ ഒരാൾ നൈറ്റ് മെയറിലേക്ക് ട്രാപ്പ് ആക്കിയിരിക്കുന്നു. ഓൻ്റെ പേഴ്സണാലിറ്റിക്ക് ആ ടൈമിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഓൻ്റെ ബോഡിയിൽ ആ വൈറസ് കയറി. അപ്പോൾ ആ വൈറസ് എല്ലാവരെയും ചാലഞ്ച് ചെയ്തിട്ട് ഷൂട്ടിംഗ് അവനൊക്കെ എല്ലാവരെയും ഹേർട്ട് ചെയ്യാൻ തുടങ്ങി. നിയോൺ കാർ അവിടെ ഇല്ല കേട്ടോ, വേറെ എങ്ങോട്ടോ പോയത് അങ്ങനെയാണ്. അപ്പം പിന്നെ ഏറ്റവും കൂടെ പവർഫുൾ മാസ്റ്റർ കാറാണല്ലോ. അപ്പം മാസ്റ്റർ കാറും റോബോട്ട് കാറും തമ്മിൽ ഒരു വലിയൊരു ഫൈറ്റ് നടന്ന്, അങ്ങനെ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പം മറ്റൊരു സഹായിച്ച റോബോട്ട് കാറിനെ സാധനം പിടിച്ചു. എന്നിട്ട് അവൻ്റെ റോബോട്ടിക് ഫോമിലാട്ടോ അത്. അപ്പം അവൻ്റെ ആ വൈറസിനെ ക്യൂർ ചെയ്യാൻ നോക്കി. അപ്പം സയൻറ്റിസ്റ്റിനോട് വേണ്ടത് എങ്ങനെ ക്യൂർ ചെയ്യുക. അപ്പോഴത്തെ മെക്കാനിക് കാർ ചാടി വന്നിട്ട് ആ വിങ്ങിൻ്റെ ആ ഭാഗം റിപ്പയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റ് അതിൻ്റെ ആൻറ്റിഡോട്ട് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അതുവരെ റോബോട്ട് കാറിന് പറ്റിയ കുറച്ച് മൊമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവന് നല്ല ഇത് മൊമെൻറ്റ്സോ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് അതൊക്കെ പോകാൻ ഒരു ചാൻസ് ഉണ്ട്. ഇപ്പം മെൻ്റലി അവനെ പ്രസൻറ്റ് ചെയ്യണമല്ലോ, എന്നാൽ മാത്രമല്ലേ അവൻ്റെ ബോഡീൻ്റെ കൺട്രോൾ കിട്ടും. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക് പറയാണ്. അപ്പം മാസ്റ്റർ കാർ പറയുന്നത് എന്താ വെച്ചാൽ, ഹേ റോബോട്ട് കാർ, നീ ഫസ്റ്റ് ചേരുന്നത് നിനക്ക് 3-4 വയസ്സുള്ളപ്പം നിൻ്റെ അച്ഛൻ ചേർത്തല്ലായിരുന്നോ, അതൊക്കെ മറന്നുപോയോ, അങ്ങനെ കുറേ കാര്യം പറയുന്നുണ്ട്. നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ല നിയോൺ കാർ, അതൊക്കെ ഓർമ്മയല്ലേ എന്ന് ചോദിക്കണം.
അപ്പോൾ രണ്ട് കാര്യം നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ റോബോട്ട് കാവിൻ്റെ അച്ഛനും മാസ്റ്റർ കാവും തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെ റോബോട്ട് കാവിൻ്റെ അച്ഛനാണ് റോബോട്ട് കാവിനെ ഇവിടെ ചേർത്തത് ഒരു 3-4 വയസ്സായപ്പോൾ. ആ ടൈമിൽ തന്നെ ആ കുട്ടിക്കടുത്ത ഫ്രണ്ട് തന്നെയാണ് നിയോൺ കാവ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ജോക്കൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് നല്ല ഫ്രണ്ട്സാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ നിയോൺ കാവ് കാണിച്ചല്ലോ വിച്ച് ഓഫ് ദമ്മനെ കുറച്ച് മുമ്പ് ചോദിച്ചില്ലായിരുന്നു. ഇവനെ പൂട്ടിയിട്ട് ആ ഭാഗത്ത് അങ്ങനെ സംസാരിക്കുന്ന ഭാഗത്ത് ഇതെന്തായാലും എൻ്റെ ഡ്രീം പോലെയാണെന്ന് റോബോട്ട് കാവ് മനസ്സിലായി. അപ്പോൾ റോബോട്ട് കാവിനെ അത് കണ്ടുപോകാൻ ചെയ്യാൻ പറ്റില്ല ഡ്രീമുണ്ട്. പക്ഷെ ബാക്കി കാവ്സ് ഏതാവാത്തതുകൊണ്ട് കണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷെ നിയോൺ കാവിനെ കണ്ടുപോയിട്ട് നിയോൺ കാവ് അങ്ങോട്ട് വരികയാണ് റോബോട്ടിക് ഫോമിൽ. എന്ന് വെച്ചാൽ ഒറിജിനൽ നിയോൺ കാവല്ല, സ്വപ്നത്തിൽ അങ്ങനെ ഒരു പവർ നിയോൺ കാവ് അവനെ വന്ന് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഒരു തമ്മിലല്ല, എന്ന് വെച്ചാൽ ഒരു രണ്ടാവും കൂടിയിട്ട് ബാക്കി പോലെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അല്ലേ നിയോൺ കാവ് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഒറിജിനൽ കാവല്ല, എന്നാലും അതിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അന്നേരം കാവ് പറയുക, റോബോട്ട് കാവേ ആലോചിച്ച് നോക്ക്, നീയില്ലേ പണ്ട് നീൻ്റെ മാസ്റ്റർ കാവിൻ്റെ ടീം ചേരുന്ന ടൈമിലേക്കൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ ആകുമ്പോൾ നമുക്ക് മാസ്റ്റർ കാവിനെയും കിട്ടും, നിൻ്റെ അച്ഛനെയും കിട്ടും, എന്നെയും നിന്നെയൊക്കെ കിട്ടും. അത്ര കാവിൻ്റെ 2 കാവിൻ്റെ എക്സ്ട്രാ അത് വരൂലേ? പക്ഷെ അത് എങ്ങനെ ആലോചിക്കും? അത് ഓനോട് തോറ്റു കൊടുത്ത് ഒരു മെമ്മറിയിലേക്ക് കൊണ്ടുപോകില്ല, അല്ല ഓൻ നല്ല മെമ്മറിയിലേക്ക് കൊണ്ടുപോകില്ല. ഓ ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെ കാവ് വേറൊരു മൊമെൻ്റ് അവൻ പറയുകയാണ്. സംഭവം അവൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അന്ന് അവനൊരു പൊട്ടത്തരം കാണിച്ചിട്ടു. അന്നേരം ആ ഒരു ഇതിൽ ഫസ്റ്റ് മീറ്റിംഗ് എല്ലാവരെയും മീറ്റ് ചെയ്തപ്പോൾ തന്നെ ആവ് വന്നു അവിടുത്തെ അറ്റാക്ക് ചെയ്യാൻ. അപ്പോൾ പൊട്ടത്തരം കാണിച്ചു. അതൊരു ബാഡ് മൊമെൻ്റ് അല്ലേ? അവിടെയാണ് അവിടെ ടീമത്തെ എല്ലാ കാവ്സും ഇല്ലേ എന്ന് ചോദിക്കുക. അത് ശരിയാണല്ലോ റോബോട്ട് കാവ് പറഞ്ഞിട്ട് ഓരങ്ങനെ തോറ്റു കൊടുക്കുക. അപ്പോൾ ഓനെ മനസ്സിൽ ബാഡ് മൊമെൻറ്റ്സിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ആ മൊമെൻറ്റിൽ എത്തുന്നത്. ആ മൊമെൻ്റ് എത്തിയപ്പോൾ റോബോട്ട് കാവ് ഇവിടുന്ന് ആ ടൈം ഫ്രീസ് ചെയ്യാണ്. ആ മൊമെൻറ്റിലാണ് ഇപ്പോൾ ടൈം നിൽക്കുന്നത്. അപ്പോൾ ആ കാവ്സിൻ്റെയൊക്കെ കോൺഷ്യസ്നെസ് വന്നിട്ട് ഓരൊക്കെ ഇവനെ ഫൈറ്റ് ചെയ്ത് ഒരുവിധം തോൽപ്പിക്കുകയാണ്. പക്ഷെ എന്നെ ഇങ്ങനെ തോൽപ്പിക്കാനേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഓനല്ലേ പെട്ടെന്ന് റോബോട്ട് കാവിൻ്റെ സോർന്ന് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ആ സയൻറ്റിസ്റ്റ് അപ്പോൾ അത് ആൻറ്റിഡോട്ട് കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ആ വൈറസ് പോയി. അങ്ങനെ അത് വേറെ രീതിയിൽ പോയി. അന്ന് സയൻറ്റിസ്റ്റ് ഇതെന്താ മേലോട്ട് വന്നത്, ഇതെന്താ സംഭവിച്ച്, ഇത് ഇങ്ങനെ പോയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റോബോട്ട് കാവ് പറയുകയാണ്, ഞങ്ങളെല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്തു. ഞങ്ങളെല്ലാവരും എന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റീൻ്റെ പോലെയൊക്കെയായിരുന്നു അത് ചാടി കയറിയത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഓരോ അത് ഫ്രീസ് ചെയ്തിട്ട് അവിടെ ക്യാരക്ടേഴ്സിനെ ഞാൻ കണ്ടുപോകുക ചെയ്തു. ഓ സ്വന്തം നൈറ്റ് മെയറിനെ കണ്ടുപോകുക ചെയ്തോ പോലെ. ഓക്കെ. പക്ഷെ അതിനെ കുറച്ചും കൂടെ പിടിച്ചേക്കണെങ്കിൽ അതിന് കൊല്ലായിരുന്നു. പിന്നെ അത് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? അതിന് നമ്മളില്ലേ എന്ന് മാസ്റ്റർ കാവ് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ടീമായി. അപ്പാണ് നിയോൺ കാവ് പുറത്ത് സാധനം വാങ്ങാൻ പോയത് തന്നെയല്ലോ. അങ്ങനെ വരുന്നത് എന്തത് എല്ലാവരും കൂടെ പുറത്ത് നിൽക്കുന്നത്, എന്നെ കൂട്ടാണ്ട് ഗൂഢാലോചന നടത്തുന്നതെന്ന് ആലോചിക്കുന്നുണ്ട്. എന്താ പറഞ്ഞിട്ട് നിയോൺ കാവ് റോബോട്ട് കാവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചത്. അപ്പം റോബോട്ട് കാവ് ഇവിടെ വലിയ സംഭവം തന്നിരിക്കും, നീ ഇവിടെ ഒന്നും ഇല്ലേന്ന് ചോദിക്കുക. ഞാനൊന്ന് പുറത്തൊക്കെ പോയി നമ്മളെ ഓയില് പിന്നെ ടയറിൻ്റെ ഗ്രിപ്പൊക്കെ ഒന്ന് സെറ്റ് ആക്കിയ, പുതിയ ഗ്രിപ്പൊക്കെ ഒന്ന് വാങ്ങി, പിന്നെ മെക്കാനിക്കാർക്ക് കുറച്ച് സാധനം വാങ്ങാൻ പറഞ്ഞു. കുറച്ച് ദിവസം പുറത്ത് പോയെന്നല്ലേ, സ്ഥലമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം, എന്താ വ്യത്യാസം വന്നിക്കോ, ഞാൻ അപ്പോൾ പുറത്ത് വരാല്ലേ, എന്താ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഓർക്ക ഇവനാടാ ഈ രാജ്യത്തിൻ്റെ ഗോഡോ, ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചൊക്കെ മാസ്റ്റർ കാവ് പറഞ്ഞു തരും കേട്ടോ. ഭയങ്കര ഇതായിരുന്നു. എന്തായാലും സ്ഥലം കുറേ വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതൊന്ന് ഡിസ്ട്രോയ് കിടക്കുന്നതൊക്കെ. ഇവിടെ ഞാൻ റോബോട്ട് കാവ് ഒന്ന് ഫൈറ്റ് ചെയ്തെന്ന് മാസ്റ്റർ കാവ്. അതിനെന്തിനാ എത്ര നാശനഷ്ടമൊക്കെ ഉണ്ടാക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാൻ. ഞാൻ പിന്നെ ഡ്രീം പേപ്പർ കാര്യം ആരോടും പറഞ്ഞില്ലല്ലോ, സംഭവം പറഞ്ഞുതരാം. അതിപ്പോൾ ഓനിപ്പോൾ വിച്ച് ഓഫ് ദിസ് ആർ മൈ ഫ്രണ്ട് അവന് കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, അതല്ല ഉദ്ദേശിച്ചത്. അതല്ല പറഞ്ഞേക്ക്. അപ്പം ഞാൻ പറഞ്ഞു വിച്ച് കാവിനോട്, വിച്ച് കാവ് എന്ത് കാവ് ഇന്ന് നിയോൺ കാവ്. ഇടയ്ക്ക് ഒരു പറയല്ലേ റോബോട്ട് കാവ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ വിച്ചില്ലേ മാന്ത്രിക അങ്ങനത്തെ. ഓക്കെ. അന്നേരം മാസ്റ്റർ കാവ് ചോദിച്ചു ബാക്കി. അത് അന്നേരം ഞാൻ പറഞ്ഞ് വിച്ച് കാവായിട്ട് ബന്ധമില്ല. അപ്പോൾ ഫണ്ണി പറഞ്ഞിട്ട് വൈറസ് പക്ഷേ ഒരു കൂവായിട്ട് ആവാണ്. അങ്ങനെ എനിക്കങ്ങനെ ഹൊറർ ആയിട്ട് തോന്നിയില്ല, എന്താ അറിയില്ല.
അത് നിൻ്റെ മനസ്സിൽ അങ്ങനെ ഹൊററാക്കാൻ പറ്റുന്നുണ്ടാവില്ല അതിന്. അതുകൊണ്ടാവാമെന്ന് മാസ്റ്റർ കാർ പറയുന്നുണ്ട്. അങ്ങനെ സംഭവമൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ റോബോട്ട് കാർ. അതിനുശേഷം കാണിക്കുന്ന ആ വൈറസിനെയാണ്. ആ വൈറസ് ഒരു ഡെഡ് കാറിൻ്റെ ബോഡിക്ക് കയറി. എന്നുവെച്ചാൽ അവിടെയൊക്കെ ഡെഡായ കാറിനെ ഒരു ക്യാപ്സ്യൂൾ റൂമിൽ ഇതൊക്കെ ചെയ്യാം. മറ്റേ ക്യാപ്സ്യൂൾ ഹോട്ടൽസ് ഇല്ലേ, അതിൽ പോലത്തെ റൂം, അങ്ങനത്തെ റൂമിൽ ആ കാറിനെ ഇടുക ചെയ്യുക. അപ്പോൾ അതിനകത്തുനിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ആ സയൻറ്റിസ്റ്റിൻ്റെ ലാബിലേക്ക് ആ വൈറസ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ആ കാറിൽ കുറേ ഡാമേജ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റിയിട്ട് നല്ല ബോഡി ആക്കാനായിരിക്കും പോകുന്നത്. അതോടെ ഈ എപ്പിസോഡ് കഴിയാണ്. It's team of many cars. Es ist ein Team aus vielen Autos, es sind die Bonbon Dinge, oh away, trash, dark web. Hey, lass es geschehen.